മലയാളത്തിൽ നിന്നും ഷൈൻ ടോം ചാക്കോയും അതുപോലെ സുദേവ് നായരും ഉണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്യാരക്ടേഴ്സാണ് അതിൽ സംവിധായകൻ കൊടുത്തിരിക്കുന്നത്. എന്തായാലും എനിക്ക് ഒരു കാര്യത്തിൽ ഒരു സന്തോഷം തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സുദേവ് നായരിൻ്റെ ആയാലും ഷൈൻ ടോം ചാക്കോയുടെ കാര്യത്തിലായാലും ഈ രണ്ട് നടന്മാരെയും ഈ സംവിധായകൻ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ട നടന്മാരായതുകൊണ്ടല്ലേ അവരെ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തത്. എന്തായാലും അത് ഒരു കേരളത്തിലുള്ള നടന്മാരുടെ ഒരു മികവ് തന്നെയാണ്. ഒരു അന്യഭാഷാ ചിത്രത്തിൽ അഭിനയിക്കാൻ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്നും നടന്മാരെ ക്ഷണിക്കുമ്പോൾ അവരുടെ കഴിവ് കണ്ടുകൊണ്ട് തന്നെയാണ് ആ സിനിമയിലേക്ക് സംവിധായകൻ ക്ഷണിക്കുന്നത്. ഇതുപോലെ തന്നെ ഇപ്പോൾ ഇനി വരാൻ പോകുന്ന തഗ് ലൈഫ് എന്ന ചിത്രത്തിൽ നമ്മുടെ ജോജു ജോർജ് അഭിനയിക്കുന്നുണ്ട്. മണിരത്നത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ കഴിയുക എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. അപ്പോൾ അതുപോലെ കേരളക്കരയിൽ നിന്നുള്ള അഭിനേതാക്കളെ മറ്റു സംസ്ഥാനങ്ങളിലെ ചലച്ചിത്രങ്ങളിലേക്ക് മറ്റു ഭാഷകളിലേക്ക് അഭിനയിക്കാൻ വിളിക്കുമ്പോൾ അവരുടെ ഒരു മിടുക്കിൻ്റെ ഒരു മാനദണ്ഡം തന്നെയല്ലേ അത്. ഈ ദേവര എന്ന ചിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിപ്പോൾ